ഇന്നേ നമുക്ക് രസപ്പൊടി ഒന്നും ഇല്ലാതെ ഒരു അടിപൊളി തക്കാളി രസമായാലോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് തക്കാളി എടുത്ത് നന്നായിട്ട് നിരടിയെടുക്കുക. നിരടിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയിൽ എടുത്ത് ചെറുതായിട്ട് ക്രഷ് ചെയ്താൽ മതി. നേരത്തെ വെള്ളത്തിട്ട് വെച്ച പുളിവെള്ളം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അതിനുശേഷം കുരുമുളകും നല്ല ജീരകവും ചതച്ചെടുക്കുക. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്നും കൂടി നമുക്ക് ചതച്ചെടുക്കുക. ഈ ചതച്ച് വെച്ചിരിക്കുന്ന മിശ്രിതത്തിലേക്ക് നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ വീഡിയോ കാണുന്നതിനൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തത് നമ്മൾ തിളപ്പിക്കാൻ വെച്ചതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് താളിപ്പിനുള്ള സാധനങ്ങൾ നോക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഉലുവ പൊട്ടിക്കാനിടുക. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ കടുകും കൂടി പൊട്ടിക്കാനിടുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന നമ്മുടെ മിശ്രിതം എടുത്ത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് വേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് അത് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് കായവും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ തിളപ്പിച്ചതിലേക്ക് നമുക്ക് ആ മിശ്രിതം ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ മിശ്രിതം നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നമുക്ക് എല്ലായിടത്തും ആകുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിച്ചീരയും കൂടി അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ രസം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.